യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖിന് താത്കാലിക ആശ്വാസം. അറസ്റ്റ് 2 ആഴ്ചത്തേക്ക് തടഞ്ഞ സുപ്രീം കോടതി. സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. ഏത് കോടതിയാണെങ്കിലും കാലതാമസത്തിന്റെ പേരിൽ നീതി നിഷേധിക്കാൻ പാടില്ലെന്ന് മന്ത്രി ആർ ബിന്ദു. തിരുപ്പതി ലഡു വിവാദത്തിൽ ആന്ധ്ര സർക്കാരിനും മുഖ്യമന്ത്രിക്കും സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. മൃഗക്കൊഴുപ്പുള്ള നെയ്യ് ഉപയോഗിച്ചെന്ന് പറയാൻ എന്ത് തെളിവെന്ന ചോദ്യം. ദൈവങ്ങളെയെങ്കിലും രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്നും കോടതി. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രികയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ ഡോക്ടർ ശ്രീകുട്ടിക്ക് ജാമ്യം. പ്രേരണാ കുറ്റത്തിൽ ജാമ്യം അനുവദിച്ചത് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ബൈസൺ വാലി വില്ലേജിലെ ചൊക്രമുടിയിലേത് നഗ്നമായ ഭൂമി കയ്യേറ്റമെന്ന് പ്രതിപക്ഷ നേതാവ്. നിയമലംഘനം CPIയും റവന്യൂ വകുപ്പും അറിഞ്ഞ്. CPIയും CPMും മത്സരിച്ച് കയ്യേറിയെന്നും സതീശൻ. അന്താരാഷ്ട്ര ഫുട്ബോളിനോട് വിട ചൊല്ലി ഫ്രഞ്ച് താരം അന്റോയിൻ ഗ്രീസ്മാൻ. വിരമിക്കുന്നത് 2018 ലോകകപ്പ് നേടിയ ടീമിലെ പ്രധാന അംഗം.